ചട്ടമ്പി പാറുവിൻ്റെ നാളത്തെ പ്രമോ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ്. പാറു ആണെങ്കിൽ കുറ്റബോധം കൊണ്ട് അലയടിക്കുന്ന മനസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര വിഷമിച്ച് നിൽക്കുക. എങ്ങനെയെങ്കിലും പ്രിയനോട് തൻ്റെ കുറ്റബോധത്തെക്കുറിച്ച് പറയണമെന്ന് പാറു തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രിയൻ്റെ മുന്നിലേക്ക് വരുമ്പോഴെല്ലാം പ്രിയൻ ഓടുകയാണ് പാറുവിനെ കണ്ടിട്ട്. അതിനുശേഷം കാണിക്കുന്നത് പാറുവിൻ്റെ ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ ഭയങ്കര വിഷമിച്ച് പാറു നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുകയാണ്, എന്താ പാറു നിൻ്റെ മുഖം മാറി നിൽക്കുന്നത്, നീ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പാറു പറയാണ്, എടി ഇന്ന് ഗാർമെൻറ്റ്സിലൊരു സംഭവം നടന്നു. പ്രിയൻ തെറ്റുകാരനല്ലടി. പ്രിയൻ എല്ലാം ചെയ്തത് രഘുവാണ്. രഘുവിനെ കൈയോടെ പിടിച്ചു. ഒളിക്യാമറ വെച്ചതും പെണ്ണുങ്ങളുടെ മറ്റ് ഇതൊക്കെ എടുത്തതും ഒക്കെ പ്രിയനാണ്. ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി. പ്രിയനെ ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ കൂട്ടുകാരികൾ പറയാണ്, അയ്യോ അങ്ങനെയാണോ, എന്നാൽ നീ വിഷമിക്കണ്ട, നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് നീ വിഷമിക്കണ്ട. പ്രിയൻ നിന്നോട് ക്ഷമിക്കും. എന്തായാലും ഇത്രയും നീ ചെയ്തിട്ട് നിന്നോടൊരു വൈരാഗ്യം കാണിക്കാത്ത മനുഷ്യനല്ലേ പ്രിയൻ. പ്രിയൻ നിന്നോട് ക്ഷമിക്കും. ഇല്ല, പ്രിയൻ ചേട്ടൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടാകും. പ്രിയൻ ചേട്ടൻ്റെ അമ്മയുടെ ശാപം തീർച്ചയായിട്ടും എനിക്ക് കിട്ടും. അവരത്രയധികം മനസ്സ് വിഷമിച്ചിട്ടാണ് എന്നെ ശപിച്ചിരിക്കുന്നത്. എടി അങ്ങനെയൊന്നും ഇല്ല, നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. നീ സമാധാനമായിട്ടിരിക്കുക. നീ എന്തായാലും മനസ്സൊരുക്കി പിന്നെ അദ്ദേഹത്തോട് പറയാണ്. അപ്പോൾ കൈലാഷാണെങ്കിലോ നടന്ന കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയുകയാണ്. ആ സമയത്ത് PKR പറയുന്നത്, ഇതിനെല്ലാത്തിനും വലം വെച്ചിരിക്കുന്നത് കരുണാകരനായിരിക്കുമല്ലോ. കരുണാകരനെ സസ്പെൻഡ് ചെയ്യണം. 1 മാസത്തേക്ക് അയാളുടെ ശമ്പളം കൊടുക്കാതെ അയാളെ വീട്ടിലിരുത്തണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും കൈലാഷ് പറയണേ, ഇല്ല അച്ഛാ, അത് ശരിയാവില്ല. അയാൾക്ക് കുടുംബമൊക്കെ ഉള്ളതല്ലേ. മാത്രമല്ല അയാൾക്ക് എങ്ങനെ അറിയാം രഘു ഇത്രയും മോശപ്പെട്ട ആളാണെന്നുള്ളത്? അയാൾക്ക് അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ PKR പറയാണ്, അല്ല നിനക്ക് അയാളെ പിടിച്ചേ പോലീസിൽ ഏൽപ്പിക്കാമെന്നില്ലേ? അയാൾക്ക് ഈ പെൺകുട്ടികളുടെ ദേഷ്യം കൂടുതലേ ഉള്ളൂ. അയാൾ പുറത്തേക്ക് ഇറങ്ങി ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കില്ലെന്ന് ഇങ്ങനെ അറിഞ്ഞു. അതിനായിട്ട് പ്രത്യേകിച്ചുള്ളൊരു ഗാർഡനെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. കുറച്ച് കാലത്തേക്ക് നമ്മുടെ സ്റ്റാഫിനെ നിയമിക്കാനായിട്ട് അദ്ദേഹം ഉണ്ടാവും എന്ന് പറയാം. പിറ്റേ ദിവസം രാവിലെ പാർവതി ഗാർമെൻറ്റ്സിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പ്രിയനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് മോഹനേട്ടൻ വരികയാണ് കേട്ടോ. മോഹനേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ആരെയാണ് നീ നോക്കുന്നത്? സൗന്ദര്യമാണോ നോക്കുന്നത്? ഇല്ല മോഹനേട്ടാ, ഞാൻ നോക്കുന്നതേ പ്രിയൻ ചേട്ടനെയാണ്. പ്രിയൻ ചേട്ടൻ വരില്ലേ? എന്താ നീ ഇപ്പോൾ വിളിച്ചത്? പ്രിയൻ ചേട്ടനോ? അദ്ദേഹം വരുമോ? എന്തിനാ? അദ്ദേഹത്തെ കണ്ടിട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനാണോ? അതൊന്നുമല്ല, അദ്ദേഹത്തോട് എനിക്ക് ക്ഷമ ചോദിക്കണമെന്നുണ്ട്. ഞാൻ കാരണമുണ്ട് അദ്ദേഹത്തിന് ഇത്രയും വലിയ അപമാനം ഉണ്ടായത്. അപ്പോൾ നേരിൽ കണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രിയൻ വരാൻ സാധ്യത കുറവാണ്. അവൻ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ചിലപ്പോൾ നാളെ വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ പാർവതിയുടെ മുഖത്തേക്ക് ആകെ ഒരു മ്ലാനത വരികയാണ്. ഇത് കേട്ട് മോഹൻ പറയണേ, എൻ്റെ പൊന്ന് പാറു, നീ ഒരു ഇതാലോചിച്ച് വിഷമിക്കണ്ട, ഇപ്പം തന്നെ വരുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ സൗന്ദര്യയും ജയന്തിയും വരും കേട്ടോ. ഇതെന്താ ഇവരോട് നിൽക്കുന്നത്? അവരോടൊരു ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിനക്ക് പ്രിയൻ ചേട്ടനോടുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറിയോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ പ്രിയൻ ചേട്ടൻ വളരെ നല്ല മനുഷ്യനാണെന്ന്. പ്രിയൻ ചേട്ടൻ അങ്ങനെ വളരെ നല്ല മനുഷ്യനാണ്, അല്ലാതെ നീ കരുതുന്ന പോലെ ഒരു തെറ്റായിട്ടുള്ള മനുഷ്യനല്ല. നീ അതെല്ലാം തിരിച്ചറിഞ്ഞല്ലോ, അത് വലിയ സന്തോഷമുണ്ടെന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് പാറു പറയാണ്, അല്ല പ്രിയൻ ചേട്ടനോട് ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷമാവുമായിരിക്കും അല്ലേ? അദ്ദേഹം അങ്ങനെ ആരുടെ ക്ഷമയൊന്നും പ്രതീക്ഷിക്കുന്ന ആളെങ്കിലും അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കും നീ എന്ന് പറയണേ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പ്രിയം വരികയാണ് കേട്ടോ. അപ്പോൾ പാർവതി കാണുന്നുണ്ട്, പക്ഷെ പാർവതി മൈൻഡ് ചെയ്തങ്ങ് പോവാണ്. അപ്പോഴേക്കും പാർവതിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്. പാർവതി സൗന്ദര്യോട് പറയും, എടി മൈൻഡ് ചെയ്യാതെ പോയിടി പ്രിയൻ ചേട്ടൻ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ പ്രിയൻ ചേട്ടനെ അടുത്ത് എന്നിട്ട് ക്ഷമ ചോദിക്കും, നിന്നെ ഒന്നും പറയില്ല, നീ ചെല്ലുമെന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റോക്ക് റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ട് പ്രിയൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പാർവതി അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് പ്രിയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നോക്കുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതല്ല കേട്ടോ, നിങ്ങളെ നോക്കുക പോലും ചെയ്യില്ല, സോറി എന്ന് പറയാം കേട്ടോ. ഈ സമയത്ത് പാർവതിക്കും കരച്ചിൽ പ്രിയൻ ചേച്ചി, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നോട് പ്രതികാരം വീട്ടുകയാണെന്നുള്ളത് എന്നും പറഞ്ഞിട്ട് കരയാം കേട്ടോ. നിങ്ങളിങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് തല്ലാൻ വരെയുള്ള അധികാരമുണ്ട്, അതിന് വേണ്ടിയുള്ള തെറ്റല്ല ഞാൻ ചെയ്തത്. ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കുമെന്ന് ചോദിക്കാം കേട്ടോ. ഇത് കേട്ടോ പ്രിയൻ ചോദിക്കണം, താനിപ്പോൾ എന്നോട് പറഞ്ഞാൽ പ്രിയൻ ചേട്ടാ സാറെന്നോ ഇങ്ങനെയൊക്കെയോ? പാർവതി, എന്നെ സാറൊന്നൊന്നും വിളിക്കണ്ട, എന്നെ പ്രിയാന്ന് വിളിക്കണ്ട, പ്രിയൻ ചേട്ടാന്ന് വിളിക്കണ്ട, പ്രിയെന്ന് വിളിച്ചാൽ മതി. നിനക്കെന്താ ഇപ്പം എന്നോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ? താനിവിടെ നിന്ന് കരയുന്നുണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് സംസാരിക്കണം. ഇങ്ങനെ പാർവതി ക്ഷമയൊക്കെ ചോദിക്കാൻ കേട്ടോ. സാഹചര്യങ്ങളെല്ലാം പ്രിയനെതിരായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി ക്ഷമ ചോദിക്കുകയാണ്. ഈ സമയത്ത് പ്രിയൻ പറയാണ്, നീ ക്ഷമ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല, ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതൊക്കെ തന്നെ ചിന്തിക്കുകയുള്ളൂ, അതുപോലെ പ്രതികരിക്കില്ല, അതുകൊണ്ട് നിൻ്റെ ക്ഷമയൊന്നും ഞാൻ സ്വീകരിക്കില്ല കേട്ടോ പാർവതി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. കൂടെ ആയപ്പോഴേക്കും പാർവതിക്ക് ഒന്നുകൂടി വിഷമമാവുകയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ ഞാൻ കാരണം പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.